പ്രിയമുള്ളവരെ, വചനജ്വാല 1027 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 23 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 23 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ യൂതിത്തിന്റെ പുസ്തകം 14 അധ്യായം 11 മുതലുള്ള തിരുവാക്യങ്ങളിൽ വായന തുടരുന്നു. പ്രഭാതമായപ്പോൾ അവർ ഹോളോഫർണസിന്റെ ശിരസ് മതിലിൽ തൂക്കി. അവർ ആയുധവുമേന്തി ഗണങ്ങളായി മലമ്പാതകളിലേക്ക് പുറപ്പെട്ടു. അസീറിയക്കാർ ഇത് കണ്ട് തങ്ങളുടെ സേനാധിപതികളെ വിവരമറിയിക്കുകയും സൈന്യാധിപന്മാർ, മറ്റേ പടത്തലവന്മാർ, ഗണനായകന്മാർ എന്നിവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അവർ ഹോളോഫർണസിന്റെ കൂടാരത്തിലെത്തി അവന്റെ സ്വകാര്യ പരിചാരകനോട് പറഞ്ഞു, ഞങ്ങളുടെ യജമാനനെ ഉണർത്തുക. ഇതാ, ആ അടിമകൾ തങ്ങളുടെ സമ്പൂർണ്ണ നാശത്തിന് നമുക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു. ബൊഗവാസ് അകത്ത് പ്രവേശിച്ച് കൂടാരവാതിക്കലിൽ മുട്ടി. അവൻ യൂദത്തിന്റെ കൂടെ ഉറങ്ങുകയാണെന്നത്രേ അവൻ ധരിച്ചത്. മറുപടി ലഭിക്കായകയാൽ അവൻ വാതിൽ തുറന്ന് ഉറക്കറയിൽ പ്രവേശിച്ചപ്പോൾ ഹോളോഫർണസ് ശിരസറ്റ് തറയിൽ കിടക്കുന്നതാണ് കണ്ടത്. ശിരസ് അപ്രത്യക്ഷമായിരുന്നു. അവൻ ഉറക്കെ നിലവിളിക്കുകയും ഏങ്ങിക്കരയുകയും വസ്ത്രം കീറുകയും ചെയ്തു. അവൻ യൂദിത്ത് പാർത്തിരുന്ന കൂടാരത്തിലെത്തി. അവളെ കാണാഞ്ഞതിനാൽ പുറത്ത് ആളുകളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ആ അടിമകൾ നമ്മെ ചതിച്ചു. ഒരു ഹെബ്രായക്കാരി നബുക്തനേസർ രാജാവിന്റെ ഭവനത്തിന് അപമാനം വരുത്തിയിരിക്കുന്നു. ഇതാ, ഹോളോഫർണസ് നിലത്ത് കിടക്കുന്നു. അവന്റെ ശിരസ് ജഡത്തിൽ കാണുന്നില്ല. അസീറിയൻ സൈന്യാധിപന്മാർ ഇത് കേട്ടപ്പോൾ പരിഭ്രാന്തരായി വസ്ത്രം കീറി പാളയത്തിൽ അവരുടെ നിലവിളികളും അട്ടഹാസങ്ങളും ഉയർന്നു. നമ്മള് 15 അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1 മുതലുള്ള വാക്യങ്ങളിൽ വായന തുടരുന്നു. അസീറിയക്കാരുടെ പലായനം. കൂടാരത്തിലിരുന്നവർ അത് കേട്ട് നടന്ന സംഭവത്തിൽ അവർ വിസ്മയഭരിതരായി. അവർ പേടിച്ചു വിറച്ച് ആരെയും കാത്തു നിൽക്കാതെ ഒറ്റ കുതിപ്പിന് മലമുകളിലും സമതലത്തിലുമുള്ള എല്ലാ പാതകളിലൂടെയും ഇറങ്ങി ഓടി. ബത്തൂലിയായ്ക്ക് ചുറ്റുമുള്ള കുന്നുകളിൽ പാളയമടിച്ചിരുന്നവരും പലായനം ചെയ്തു. ഇസ്രായേൽ പടയാളികൾ അവരുടെ മേൽ ചാടി വീണു. ഉസിയാകട്ടെ ബത്തോമസ്തായി, ബേബായ്, കോബ, കോള എന്നിവിടങ്ങളിലേക്കും ഇസ്രായേലിന്റെ അതിർത്തികളിലേക്കും ആളുകളെ അയച്ച് സംഭവിച്ചെന്തെന്നറിയിക്കുകയും തങ്ങളുടെ ശത്രുക്കളെ ആക്രമിച്ച് നശിപ്പിക്കാൻ അവരെ ആവേശം കൊള്ളിക്കുകയും ചെയ്തു. വാർത്ത കേട്ട ഇസ്രായേൽക്കാർ ഒറ്റക്കെട്ടായി ശത്രുവിന്റെ മേൽ ചാടി വീഴുകയും അവരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് കേബാവരെ പിന്തുടരുകയും ചെയ്തു. ജെറൂസലേമിലും മലമ്പ്രദേശത്തുമുണ്ടായിരുന്നവരും വന്നു ചേർന്നു. ശത്രുപാളയത്തിനുണ്ടായ സംഭവം അവരെയും അറിയിച്ചിരുന്നു. ഗലയാദിലും ഗലീലിലും വസിച്ചിരുന്ന അവർ ദമാസ്കസിനും അതിർത്തികളും അപ്പുറം വരെയും ശത്രുക്കളെ കടന്നാക്രമിച്ച് വൻപിച്ച കൊല നടത്തി. ശേഷിച്ച ബത്തൂലിയക്കാർ അസീറിയക്കാരുടെ പാളയം കൊള്ള ചെയ്ത് ധാരാളം മുതൽ കൈവശമാക്കി. സംഹാരം കഴിഞ്ഞ് ഇസ്രായേൽക്കാർ മടങ്ങി വന്ന് ശേഷിച്ചത് കൈവശപ്പെടുത്തി സമതലത്തിലും
മലമ്പ്രദേശത്തും ഉണ്ടായിരുന്ന ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ധാരാളം കൊള്ളമുതൽ ചെന്നെത്തി. അത് അത്രയധികം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ജോസഫ് കഫോസായെ അനുസ്മരിക്കുന്ന ദിവസം കൂടിയാണ്. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ആത്മീയ പിതാവാണ് വിശുദ്ധ ജോസഫ് കഫോസ. ഇറ്റലിയിൽ ജനനം. ചെറുപ്പത്തിൽ തന്നെ കൊച്ചു വിശുദ്ധൻ എന്നാണ് ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ദരിദ്ര കുടുംബമാണെങ്കിലും ദൈവഭക്തിയും സാമർഥ്യവും ഉള്ളതുകൊണ്ട് അദ്ദേഹം 22-ാം വയസ്സിൽ വൈദികനായി. ടൂറിൻ സെമിനാരിയിൽ റക്ടർ വരെ എത്തി. ഇറ്റലിയിലെ വൈദികരുടെ പവിഴം എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അക്ഷീണ പരിശ്രമം, ക്ഷമ, കാരുണ്യം, പ്രാർത്ഥന, തൃഷ്ണ എന്നിവ നമുക്ക് മാതൃകയാക്കാം. 49-ാം വയസ്സിൽ ദിവംഗതനായ വിശുദ്ധ ജോസഫ് കഫാസ്തായുടെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ നല്ല ദിവസത്തേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു.